ഇന്ന് നമ്മൾ ചെയ്യുന്നത് പിന്നെ ചെറിയ ഈ പ്ലാന്റ്സുകളുണ്ടല്ലോ, തീരെ ചെറിയ പ്ലാന്റ്സുകൾ, അതിനൊക്കെ നമ്മൾ ലിക്വിഡ് പരുവത്തിലുള്ള ഒരു വളം ചെയ്യുന്ന വീഡിയോയാണ്. മറ്റേന്ന് പറഞ്ഞാൽ പെല്ലറ്റായിട്ട് നമ്മൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഓരോ കവറിലും ഒക്കെ നമ്മൾ ഇടുന്നത്. അത് തന്നെയല്ല, വീടുകളിലാണേലും നമ്മൾ ഇപ്പം ചെറിയ ചെറിയ പിന്നെ പ്ലാന്റ്സിനൊക്കെ ഇതേപോലെ ലിക്വിഡ് പരുവത്തിലുള്ളത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ പെല്ലറ്റാകുമ്പോഴേ കൂടിയാൽ ചിലപ്പോൾ കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് NPK 19 എല്ലാം കുറേ പേർക്കൊക്കെ അറിയാം, എന്നാലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുകയാണ്. ഇത് ഇത്ര എടുക്കുക, കൈ കൊണ്ട് എടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്ര എടുത്തിട്ട് ഇത് ഒരു 2 സ്പൂണ്, വേറെ ഇതൊന്നുമില്ല, 2 സ്പൂണ്. എന്നിട്ട് ഇതിനകത്തോട്ട് ഇത് 1 ലിറ്ററിൻ്റെ ക്യാന, ഇതിനകത്തോട്ട് കുറച്ചല്ല, ഒരു 3/4 ഭാഗം വെള്ളത്തോളം ഒഴിക്കുക. എന്നിട്ട് ഇത് ടൈറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ അടിക്കാൻ പോണത് വേപ്പിൻ്റെ തയ്യാണ്. അത് വേപ്പിന് ഇത് ഗോൾഡൻ ടെക്നോളജിയായി. അപ്പോൾ ഇതിന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ്. പിന്നെ വേറെ ചെറിയ ചെറിയ ഇതിനെല്ലാം നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതാകുമ്പം വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണി തീരും. കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ എല്ലാത്തിനും ഇടുന്ന സമയം കൊണ്ട് ഇത് പെട്ടെന്ന് പണി തീരും. അതാണ്. അതിനിടെ ഇത് പെട്ടെന്ന് വളം പിടിക്കുകയും ചെയ്യും. മറ്റേ നമ്മൾ പെല്ലറ്റായിട്ട് ഇടുന്നതൊക്കെയല്ല, പെട്ടെന്ന് വളം പിടിക്കും. പണി തീർന്നു. ഇനിയിപ്പോൾ ഈ വളം ഇച്ചിരിയൊക്കെ കൂടിയെന്ന് പറഞ്ഞാലും ഇതിന് പ്രശ്നമില്ല. ഇതിനെല്ലാം മേടിക്കാൻ കിട്ടും. ഡാപ്പ് മേടിക്കാൻ കിട്ടും, നാനോ യൂറിയ ഉണ്ട്, എല്ലാം ഇതിപ്പം മേടിക്കാൻ കിട്ടും. ഇത് എളുപ്പമോ പണി കണ്ട, ഇത് നല്ല റിസൾട്ട് പോവാം.